പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ നമ്മളെ ഓരോരുത്തരെയും ഈശോ തൻ്റെ സ്ലീഹന്മാരായി അയക്കുകയാണ് ഇന്നത്തെ ലോകത്തിലേക്ക്. അപ്പോൾ കർത്താവിൻ്റെ സ്ലീഹായിക്ക് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ, അവൻ്റെ കരുത്തെന്താണെന്നാണ് ഇന്ന് വചനം നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിക്കുക പ്രഭാടിന്റെ പുസ്തകത്തിൽ നിന്നാണ്. പ്രഭാടിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു. കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ച് പ്രകാരം പറഞ്ഞു, യാക്കോബിന്റെ ഭവനത്തോട് നീ പറയുക, ഇസ്രായേലിനെ അറിയിക്കുക. മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം കർത്താവിന്റെ സന്നിധിയെ പുൽകാൻ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കാൻ ഉള്ള അത് നമ്മുടെ ജീവിതത്തിന്റെ കരുത്താക്കി മാറ്റും. ഏഴുപേരും എപ്പോഴും പള്ളി തന്നെ ഇരിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് ഞാൻ എന്ത് ചെയ്യുമ്പോഴും അതിൽ ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതിലാണ്. അങ്ങനെ സാധിക്കുമ്പോഴാണ്, അതാണ് ഒരു സ്ലീഹായുടെ കരുത്ത് എന്ന് പറയുന്നത്. വീണ്ടും 2-ാമത്തെ വായനയിൽ നമ്മൾ വായിക്കുക എസെക്കിയേലിന്റെ പുസ്തകത്തിൽ നിന്ന്. എസെക്കിയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ പ്രകാരം വായിക്കും: അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവിനിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്വരം കേൾക്കുന്ന, ദൈവാത്മാവിന്റെ പ്രചോദനങ്ങളെ സ്വാഗതം ചെയ്യുന്ന, സ്വീകരിക്കുന്ന ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് രൂപാന്തരപ്പെടുത്താനായിട്ട് സാധിക്കണം. അതാണ് ഒരു സ്ലീഹായുടെ ജീവിതത്തിന്റെ 2-ാമത്തെ കരുത്തായിട്ട് ഇന്ന് വചനം നമ്മളോട് പറഞ്ഞു തരിക. ഒന്ന്, ദൈവസന്നിധിയെ പുൽകാനും ദൈവത്തിന്റെ സ്വരം, ദൈവാത്മാവിന്റെ പ്രചോദനങ്ങളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത്. അങ്ങനെ സാധിക്കുമ്പോഴാണ് ഇന്ന് ലേഖനഭാഗത്തിൽ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 11-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നത് പോലെ നമുക്ക് ആയിരിക്കാൻ കഴിയുക. എന്താണത്? വിശ്വാസത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ നന്നായി പോരാടുന്നതിനുള്ള ചുമതല നിന്നെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. ചില ആളുകൾ മനസ്സാക്ഷിയെ തിരസ്കരിച്ചുകൊണ്ട് വിശ്വാസം തീർത്തും നശിപ്പിച്ചു കളയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത് ശരിക്കും ഒരു പോരാട്ടമാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലം ചൂടുന്ന ജീവിതം എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അത് ശരിക്കും ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ വിശ്വാസത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടി നന്നായി പോരാടുന്നതിന് നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അത് മരണം പോലെ ചിലപ്പോൾ വേദനയുള്ളതാണ് എന്നാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്നും നമ്മൾ വായിക്കുന്നത്. സുവിശേഷത്തിൽ വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ തോമായുടെ ഒരു അധരങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന ഒരു വാക്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം: ദിദീമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. നമ്മുടെ ചില താല്പര്യങ്ങൾ, നമ്മുടെ ചില സുഖങ്ങൾ, നമ്മുടെ ചില സന്തോഷങ്ങളൊക്കെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രചോദനങ്ങൾക്ക് അനുസരിച്ചുള്ളതല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ ജീവിതത്തിൽ നിന്നും മാറ്റിവെക്കുക എന്നത് ചിലപ്പോഴൊക്കെ നമുക്ക് മരണം പോലെ വേദനയുള്ളതാക്കും. അല്ലെ? ചില സന്തോഷങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടാണ്. ചില പിടിവാശികൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ചിലയിടത്ത് ഒന്ന് തോറ്റുകൊടുക്കാൻ, ചിലയിടത്ത് ക്ഷമിക്കാൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര പാടാണ്. പക്ഷെ പറയുകയാണ്, നമുക്ക് അവന്റെ കൂടെ പോയി മരിക്കാൻ ഉള്ള ആർജവത്വം, ആ ഉപേക്ഷിക്കലും എൻ്റെ ജീവിതത്തിൽ ഈശോയുടെ സ്ലീഹായിരിക്കാൻ വേണ്ടി ആ ഉപേക്ഷിക്കലുകളും ആ വെട്ടിമാറ്റലുകളും ആ ഒരുക്കപ്പെടലുകളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കണം. അത് മരണം പോലെ വേദനയുള്ളതാണെങ്കിലും ശരി, അതിന് ഞാൻ തയ്യാറാണ് എന്നുള്ള ആർജവത്വം നമുക്കുണ്ടാവണം. അവിടെയാണ് ഞാൻ കർത്താവിന്റെ സ്ലീഹായിട്ട് മാറുക. സ്ലീഹായുടെ സാക്ഷ്യം, സ്ലീഹായുടെ ഫലം എൻ്റെ ജീവിതത്തിലൂടെ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.